പ്രേമ, ഈ അഹമ്മദാബാദ് വിമാന അപകടം നടന്നതിന് ശേഷം വിമാനത്തെക്കുറിച്ചുള്ള വാർത്തകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ വിമാന അപകടങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഏത് അപകടം കഴിഞ്ഞാലും പുറത്തു വരാറില്ല. ഒരു ഏകദേശം ഇന്നതായിരിക്കാം എന്ന് മാത്രമേ പറയാറുള്ളൂ. ഇപ്പം വിമാന അപകടം നടന്ന അഹമ്മദാബാദ് 1 മാസമായി. ഇപ്പോഴും പ്രാഥമിക പരിശോധനയിൽ ഇന്നതായിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ സൈനിക വിമാനം പരിശീലന പറക്കലിനിടെ തകർന്നു വീണ് 2 പൈലറ്റുമാർ മരിച്ചു. അപ്പോഴൊന്നും ഈ വിമാന അപകടത്തിൻ്റെ കാരണം എന്ത് എന്നതിനെക്കുറിച്ച് എന്തുകൊണ്ടായിരിക്കും ഈ വാർത്തകൾ പുറത്തു വരാത്തത്? അല്ല, ഇതിപ്പോൾ ഈ സൈനിക വിമാനം തകർന്നു വീണതിന് കൃത്യമായ കാരണമുണ്ട്. ഒന്ന്, കൃത്യമായ കാരണം അത് തന്നെയാണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. വിമാനത്തിൻ്റെ കാലപ്പഴക്കമാണ് പ്രശ്നം. അതായത് ഈ വിമാനത്തിൻ്റെ പേര് ജാഗ്വാർ എന്നാണ്. ജാഗ്വാർ ശ്രേണിയിൽപ്പെട്ട ഒരു വിമാനമാണ് തകർന്നു വീണത്. ഈ വർഷം ഇത് 3ാമത് അപകടമാണ്. ഈ ജാഗ്വാർ വിമാനത്തിൻ്റെ 3ാമത് അപകടമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിൽ 3 മരണം ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ അപകടം ഉണ്ടായത് കഴിഞ്ഞ മാർച്ചിലാണ്. കഴിഞ്ഞ മാർച്ചിൽ ഹരിയാനയിലെ പാച്കുല എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു ജാഗ്വാർ, ഒരു സൈനിക വിമാനം ആദ്യം തകർന്നു വീണത്. ഏതാണ്ട് ആ പൈലറ്റ്, ഈ സൈനിക വിമാനങ്ങൾക്കൊരു ഗുണമുണ്ട്, അപകടം ഉണ്ടായ പൈലറ്റിനെ എജക്റ്റ് ചെയ്യുക, പാരച്യൂട്ട് വഴി ഷൂട്ട് ചെയ്ത് അവർക്ക് രക്ഷപ്പെടാം. അങ്ങനെ ആ പൈലറ്റ് അതിൽ രക്ഷപ്പെട്ടു. പക്ഷേ 2ാമത്തെ അപകടം ഉണ്ടായത് ഏപ്രിലാണ്. കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതി ഗുജറാത്തിലെ നമ്മുടെ ജാംനഗർ എന്ന് പറയുന്ന പ്രദേശത്ത്, അത് ട്വിൻ സ്വീറ്റർ ജാഗ്വാറാണ്. 2 പൈലറ്റുമാരുണ്ടായിരുന്നു. അതിലൊരു പൈലറ്റ് എജക്റ്റ് ചെയ്തു, ഒരു പൈലറ്റിന് എജക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല, അയാൾ മരിച്ചു. അയാൾ ഒരു അച്ഛൻ്റെ ഒറ്റ മകനായിരുന്നു, സൈനിക പൈലറ്റ്, അയാൾ മരിച്ചും പോയി. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ രാജസ്ഥാനിലെ ചുരു എന്ന് പറയുന്ന പ്രദേശത്താണ്. അതിൽ ഈ ജാഗ്വാർ വിമാനം തകർന്നു വീണ് 2 പൈലറ്റുമാരുണ്ടായിരുന്നു, 2 പേരും മരിച്ചു. അപ്പോൾ ഈ ജാഗ്വാർ വിമാനത്തിൻ്റെ കാലപ്പഴക്കമാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. ഏതാണ്ട് 1960 കാലയളവിലാണ് ഈ ജാഗ്വാർ വിമാനങ്ങൾ രംഗപ്രവേശം ചെയ്യുന്നത്. അതായത് ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും വ്യോമസേനകളുടെ ആവശ്യത്തെ തുടർന്ന് സ്പേസ് കാറ്റ് എന്ന് പറയുന്ന, അതായത് ഈ 2 രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമായിട്ട് തുടങ്ങിയ സ്പേസ് കാറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചത്. അപ്പോൾ അതിൽ ഇന്ത്യയിൽ വന്നത് ഏതാണ്ട് 1979 കാലയളവിലാണ് ഇന്ത്യയിൽ വരുന്നത്. എന്നിട്ട് ഏതാണ്ട് 81 കൂടി നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമായി 40 എണ്ണമാണ് അപ്പോഴുണ്ടായിരുന്നത്. 40 ജാഗ്വാർ വിമാനങ്ങളാണ് അപ്പോഴുണ്ടായിരുന്നത്. പിന്നെ 2008 ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അതിൻ്റെ സാങ്കേതിക വിദ്യ സ്വന്തമാക്കി നിർമ്മിച്ച് 100 ജാഗ്വാർ വിമാനങ്ങൾ കൂടി നമ്മുടെ സേനയുടെ ഭാഗമാക്കി. അപ്പോൾ ഇപ്പോൾ ആദ്യം വന്ന കാലം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 50 വർഷത്തിലേറെയായിട്ട് സർവീസുള്ള ഒരു യുദ്ധവിമാനമാണ് ഈ ജാഗ്വാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ഈ തകർന്നു വീണത് അപ്പം ആദ്യം വന്ന കാലപ്പഴക്കമുള്ള വിമാനം തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന, അതായത് ഇപ്പോൾ ഉള്ളതിൽ കുഴപ്പമൊന്നും ഇല്ലാത്തത് താരതമ്യേന പുതിയതാണ് എന്നർത്ഥം. കാലപ്പഴക്കം ഉള്ളതൊക്കെ തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കട്ടെ, ഇതിൻ്റെ സർവീസ് മെയിൻ്റനൻസ് ഒന്നും അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇത്രയും പഴക്കമുള്ള വിമാനങ്ങൾ ഇപ്പോഴും നിർത്തുന്നത് അതിനിങ്ങനെ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി അതിൻ്റെ സാങ്കേതിക വിദ്യയിൽ കാര്യമായ അപ്ഗ്രഡേഷനൊക്കെ വരുത്തി പുതിയ സങ്കേതങ്ങൾ അതിന് കൂട്ടിച്ചേർത്ത് ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഏതാണ്ട് 2008 ഇതേപോലെ അതിൻ്റെ സാങ്കേതിക വിദ്യ മൊത്തം അപ്ഗ്രേഡ് ചെയ്ത് മൊത്തത്തിൽ പരിഷ്കരിച്ച് ഏതാണ്ട് 68 ജാഗ്വാർ വിമാനങ്ങൾ ഏതാണ്ട് 2400 കോടി രൂപ ചെലവിൽ പരിഷ്കരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പുതിയ സങ്കേതങ്ങൾ വന്നതോടുകൂടി അത് കുറേ കാലം കൂടി ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് അത് ആക്കിയിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും പഴയ യുദ്ധവിമാനം പഴയത് തന്നെയാണ്. അതിൽ സാങ്കേതിക വിദ്യ മാറിയെങ്കിലും അതിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു വസ്തുത എന്തെന്നാൽ, ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ ഈ ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഏക മിലിറ്ററി സംവിധാനം ഇന്ത്യയാണ്. ഈ പറയുന്ന ജാഗ്വാറിൻ്റെ വേറെ പല രൂപങ്ങൾ ഉപയോഗിച്ചിരുന്ന UK, ഫ്രാൻസ്, ഒമാൻ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇതൊക്കെ സർവീസിൽ നിന്ന് മാറ്റി. ഇപ്പോൾ ഇന്ത്യ മാത്രമാണ് ഇപ്പോഴും ഈ ജാഗ്വാർ വിമാനങ്ങൾ ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം. ഇന്ത്യ ജാഗ്വാർ വിമാനങ്ങൾ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ കുറേ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച വിമാനങ്ങളല്ലേ? അതെ, അത് മാത്രമല്ല, ഈ ജാഗ്വാർ വിമാനങ്ങളെ നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാനും പറ്റില്ല. കാരണം നമുക്ക് വളരെ ഫലപ്രദമായി വിനിയോഗിക്കാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ കാർഗിൽ യുദ്ധത്തിലും
അതേപോലെ തന്നെ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും ഈ ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ പങ്കെടുത്ത് അവരുടെ മികവ് തെളിയിച്ചിട്ടുണ്ട്. കാരണം ഇത് ഈ ലോ ആൾട്ടിറ്റ്യൂഡിൽ, അതായത് ഭൂമിയിൽ നിന്ന് വലിയ രീതിയിൽ ഉയരാത്ത ആറ്റിറ്റ്യൂഡിൽ വളരെ താഴെ ആക്രമണം നടത്താൻ, അതായത് ഈ ഭൂഗർഭ അറകളിൽ പോലും ആക്രമണം നടത്താൻ ശേഷിയുള്ള വിമാനങ്ങളാണ് ഈ പറയുന്ന ജാഗ്വാർ വിഭാഗത്തിൽപ്പെട്ട. ആ രീതിയിൽ ആയുധങ്ങൾ അങ്ങോട്ടേക്ക് തൊടുത്തുവിടാനുള്ള ശേഷിയുണ്ട്. ഇപ്പോൾ കാർഗിൽ യുദ്ധത്തിൽ നമുക്കറിയാവുന്ന പോലെ മലനിരകളിലാണ് യുദ്ധം നടന്നത്. അവിടെയൊക്കെ ഈ ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു, നല്ല മികവ് കാട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഴക്കം ഉണ്ടെങ്കിലും ആൾ പുലിയാണ്. ചിലപ്പോൾ ഒരു ഹെലികോപ്റ്റർ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. അതെ, അതായത് വളരെ ഉയരത്തിൽ പറക്കാതെ തന്നെ. പക്ഷെ അത് എത്രത്തോളം, കാരണം ഇപ്പോൾ ഈ ആധുനിക വിമാനവേദ തോക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് എത്രത്തോളം അത് സാധ്യമാണെന്നുള്ളതിനെക്കുറിച്ചുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ളതിൽ വെച്ച് ഈ താഴത്തെ നിലയിൽ ആക്രമണം നടത്താൻ പറ്റിയ ഏറ്റവും നല്ല യുദ്ധവിമാനങ്ങളിലൊന്നും ഇപ്പോഴും ഈ പറയുന്ന ജാഗ്വാർ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട്, അതായത് ഇത്ര കാലപ്പഴക്കം ഇത്ര ആയിട്ടും എന്തുകൊണ്ട് ഇതിനെ നിലനിർത്തുന്നു എന്നുള്ള ചോദിച്ചാൽ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. കാരണം ഇന്ത്യയിലെ വ്യോമസേനയുടെ ഈ വിമാനങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. അതായത് 40 ഒരു സ്ക്വാഡ്രണിൽ 40 മുതൽ 44 വരെ വിമാനങ്ങൾ ഉണ്ടാകണമെന്നാണ് കണക്ക്. അത് പരിശീലന വിമാനങ്ങളടക്കം. പക്ഷേ ഇന്ത്യയിൽ അതിൽ 30 എണ്ണമൊക്കെ ഉള്ളൂ. വിമാനങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. അതുമാത്രമല്ല, നമ്മൾ ഈ തേജസ് MK2, MK1 ഇപ്പോൾ ഓൾറെഡി ഉണ്ട് നമ്മുടെ കയ്യിൽ 36 എണ്ണം. തേജസ് MK2 വിമാനങ്ങൾ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അത് കിട്ടിയാൽ ഒരു പരിധി വരെ ഈ പഴയ യുദ്ധവിമാനങ്ങൾ നമുക്ക് മാറ്റിയിട്ട് തേജസ് ഏകദേശം അന്തിമഘട്ടത്തിലാണ്. അതെ, അത് അടുത്ത വർഷത്തോടു കൂടിയേ നമുക്കത് കിട്ടിത്തുടങ്ങുള്ളൂ. അത് പൂർത്തിയാകാൻ ഇനിയും സമയമെടുക്കും. അപ്പോൾ തേജസ് യുദ്ധവിമാനങ്ങൾ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ നേവിയുടെ ഭാഗമായിട്ട് ഈ റാഫേൽ ഉപയോഗിക്കാൻ ഏതാണ്ട് 26 യുദ്ധവിമാനങ്ങൾ, റഫേൽ യുദ്ധവിമാനങ്ങൾ നേവിക്ക് വേണ്ടിയിട്ടുള്ളതും വരാനുണ്ട്. അതും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്തരം 2 വിമാനങ്ങൾ കിട്ടാത്തത് കൊണ്ട് നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതാണ് ഈ ജാഗ്വാറിനെ തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഈ ജാഗ്വാർ എന്ന് പറയുന്ന വിമാനം നമുക്ക് നേവിക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഒരേ സമയം തന്നെ എയർഫോഴ്സിന് ഉപയോഗിക്കുന്നുണ്ട്. ഏതാണ്ട് 160ഓളം ജാഗ്വാർ വിമാനങ്ങളാണ് എയർഫോഴ്സിന് ആദ്യം കിട്ടിയിരുന്നത്. അത് പലപ്പോഴായിട്ട് പല അപകടങ്ങളൊക്കെ പറ്റി ഏതാണ്ട് 40ഓളം ജാഗ്വാറുകൾ പല അപകടങ്ങളിൽപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. പല അപകടങ്ങളിൽ നഷ്ടപ്പെട്ടെന്നല്ല, 40ഓളം വിമാനങ്ങൾക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ നമ്മൾ ഏതാണ്ട് 115 ജാഗ്വാർ വിമാനങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എത്ര എണ്ണം ഉപയോഗപ്രദമാണ് എന്നുള്ളത് അറിയില്ല. ഈ 115 ജാഗ്വാർ വിമാനങ്ങളിൽ ചിലതൊക്കെ പരിശീലന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ 3 ജാഗ്വാർ വിമാന അപകടങ്ങളിൽ പെട്ടില്ലേ? അതെ, തുടർച്ചയായിട്ട് അപകടത്തിലുണ്ട്. അതെ, അതിനുശേഷം ഈ വിമാനങ്ങളെല്ലാം അറ്റകുറ്റപ്പണികളോ എന്തെങ്കിലും നടത്തിയിട്ടുണ്ട്? അതായത് ഈ അറ്റകുറ്റപ്പണികളൊക്കെ സമയബന്ധിതമായി തന്നെ അതിന് നേവിയുടെ തന്നെ ടെക്നിക്കൽ അല്ലെങ്കിൽ എയർഫോഴ്സിൻ്റെ തന്നെ ടെക്നിക്കൽ ടീം പ്രത്യേകമായിട്ടുണ്ട്. അവരുടെ ജോലി ഇത് തന്നെയാണ്, അവരത് കൃത്യമായിട്ട് തന്നെ ചെയ്യും. പക്ഷേ എത്ര കൃത്യമായിട്ട് നിർവഹിച്ചാൽ തന്നെയും ഒരു ഉപകരണത്തിൻ്റെ കാലപ്പഴക്കം ഒരു ഘടകം തന്നെയാണ്. നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ വിമാനം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഏക സേന ഇന്ത്യ മാത്രമാണ്. അതിൻ്റെ കാരണം ഈ പറയുന്ന നമ്മൾ സ്വന്തമായി വിമാനങ്ങൾ നിർമ്മിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാര്യം നമ്മൾ തേജസിൻ്റെ വിമാനങ്ങൾ നിർമ്മാണം തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. കാര്യം അത് സുഖമായിട്ട് കിട്ടുന്നില്ല. നമുക്കതിൻ്റെ എൻജിൻ സ്വന്തമായി ഇല്ലാത്തതൊരു വെല്ലുവിളിയാണ്. നമുക്ക് എൻജിന് വേണ്ടി ഒരു വിദേശ രാജ്യത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പോൾ സമയത്തിന് നമുക്ക് ആ വിമാനം നമ്മൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഉള്ളതുകൊണ്ട് ഓടിക്കാനേ പറ്റുള്ളൂ. കാരണം നമുക്ക് 2 എതിരാളികൾ തൊട്ടടുത്ത് തന്നെയുണ്ട്, പാകിസ്ഥാനും ചൈനയും ഉണ്ട്. അതിപ്പോൾ നമുക്ക് നിലവിലുള്ള വ്യോമസേനയുടെ സ്ട്രെങ്ത് വളരെ പരിമിതമാണ്. ഇപ്പോൾ റഫേൽ പോലുള്ള വിമാനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും അംഗസംഖ്യ നോക്കുമ്പോൾ വിമാനങ്ങളുടെ എണ്ണം കുറവ് തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഉള്ളിടത്തോളം കാലം നമുക്ക് നിലവിലുള്ളത് കൊണ്ട് ഓടിച്ചുകൊണ്ട് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ ഉള്ള കുഴപ്പം, ഇതിൻ്റെ അപകട സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മളെ സൈനികരുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ്. പക്ഷേ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കളി കളിക്കുന്നത്. അതന്നെ, ഇപ്പോൾ ഇതേപോലെ തുടർച്ചയായിട്ട് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കും ഒരു മനമെടുപ്പ് ഉണ്ടാവും അതിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാ വിമാനങ്ങളിലും ഉണ്ട്. അവർക്ക് അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് അത് എജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാം. പക്ഷേ അത് എജക്റ്റ് ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് മരണം സംഭവിക്കുന്നതും ഇപ്പോൾ ഈ കഴിഞ്ഞ അപകടത്തിൽ തന്നെ 2 പൈലറ്റുമാർ മരിച്ചു. അവർക്കതിൽ നിന്ന് എജക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങളുമുണ്ട്. അതായത് നമ്മൾ ഈ കാലപ്പഴക്കമുള്ള വിമാനം ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ നമുക്ക് സൈനികരുടെ ജീവൻ വില കൊടുക്കേണ്ടി വരും.